ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ലെസണിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ച ഗ്രാമർ ബേസിക്സ് ഒക്കെ മനസ്സിലായോ? സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയോ? ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ലെസണാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ കുറച്ച് ലോങ് സെൻറ്റൻസസ്, ലെങ്തി സെൻറ്റൻസസ് ഒക്കെ വരാറില്ലേ? അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് ലെങ്തി സെൻറ്റൻസസ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മൾ ഈ കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ്, മൈറ്റ് ഹാവ് മുതലായ മോഡൽ വേർബ്സിൻ്റെ കൂടെ ഹാവ് ചേർത്തിട്ടുള്ള പ്രയോഗങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അത് പലർക്കും എപ്പോഴും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. എത്ര പഠിപ്പിച്ചു കൊടുത്താലും ഒരു കൺഫ്യൂഷൻ വരും. അതിന് കാരണവും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം എന്താന്ന്. അപ്പോൾ അത് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അത് പഠിക്കാം എന്നുള്ള രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും കൂടെ പഠിക്കും. ഈ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള, ഹാഡ് കഴിഞ്ഞിട്ട് V3 വരുന്നൊരു ഫോമുണ്ട്. അത് പറയാതെ തന്നെ, അതെടുത്ത് പറയാണ്ട് തന്നെ നിങ്ങളത് പഠിക്കും ഈ വീഡിയോയിൽ. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. സാധാരണ വീഡിയോ കണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ മോഡൽ വേർബ്സിനൂടെ ഹാവ് വരുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് സ്വയം സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. 2 ചോദ്യങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇരുന്ന് കഷ്ടപ്പെട്ട് ആലോചിച്ച് വീണ്ടും വീഡിയോ കണ്ട് അത് ക്ലിയർ ആക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തദൈവ അങ്ങനെ ആവും. അത് ഞാൻ ആദ്യമേ പറയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. തുടങ്ങാം. പാർട്ടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാനതിന് പോകാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കതിന് പോകാൻ പറ്റുമായിരുന്നു. ഇതാണ് നമ്മൾ സെൻറ്റൻസ്. ഒരു പാർട്ടി നടക്കണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഒരു കണ്ടീഷനാണ്. അത് സംഭവിച്ചിരുന്നു എങ്കിൽ, എനിക്കത് അറിവ് കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് ആ പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഉണ്ടാക്കുക? ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമുക്ക് ചെറിയൊരു ഭാഗം പഠിക്കാം. ആ പാർട്ടിനെ കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ പറയും അത്? ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി. ഞാൻ ആ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളല്ല കേട്ടോ. ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി. അപ്പോൾ അവിടെ ഐ ഹാഡ് നോൺ, നോയുടെ V3 ഫോമാണ് നോൺ. ഞാനത് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടീനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയോ? ഐ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. ഇനി അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്ന് പറയണമെങ്കിൽ ഇഫ് എന്നുള്ളൊരു വാക്ക് ചേർക്കണം. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി, ആ പാർട്ടീനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് ആ പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയാൻ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. എനിക്ക് ആ പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ കുഡ് ഹാവ്, ഗോയുടെ V3 ഫോം, ഗോൺ ടു ദ പാർട്ടി. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി എന്ന് പറയുമ്പം പാർട്ടി 2 തവണ വന്നു അല്ലേ? അങ്ങനെ 2 തവണ എടുത്തു പറയേണ്ട കാര്യമില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഇറ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇഫ് ആദ്യം കൊണ്ടുവരാം. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ് ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി എന്നും പറയാം. പക്ഷെ നമുക്കിപ്പം ഒരു രീതിയിൽ അങ്ങ് പഠിക്കാം. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി, പാർട്ടിക്ക് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. എന്ത് സംഭവിച്ചിരുന്നെങ്കിൽ? എനിക്കതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. ക്ലിയർ ആയോ? ഈ വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങിയാൽ മതി. അപ്പോൾ അടുത്തുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ. ആ തെറ്റ് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ആ ഗെയിം ജയിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ ഉണ്ടാക്കുക? ആ തെറ്റ് ഞാൻ വരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, വരുത്തിയിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഐ ഹാഡിൻറ്റ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡിൻറ്റ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്, തെറ്റ് വരുത്തുക, മേക്ക് എ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് എന്ന് പറയാൻ ദാറ്റ് മിസ്റ്റേക്ക് എന്ന് പറയാം. ഇഫ് ഐ ഹാഡിൻറ്റ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്, ആ തെറ്റ് ഞാൻ വരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പറയുക? ഇഫ് ഐ ഹാഡ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. വരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ ഇഫ് ഐ ഹാഡിൻറ്റ്
മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്, എന്താ സംഭവിക്കുക? എനിക്ക് ആ ഗെയിം ജയിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ പറയാ? ഐ കുഡ് ഹാവ് ജയിക്കുക, വൺ ദ ഗെയിം അല്ലെങ്കിൽ ദാറ്റ് ഗെയിം. ഐ കുഡ് ഹാവ് വൺ ദ ഗെയിം ഇഫ് ഐ ഹാഡിൻറ്റ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. കിട്ടിയോ? അപ്പൊ കുഡ് ഹാവ് എവിടെ ഉപയോഗിക്കുന്ന മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ്. ചെയ്തോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് കൂടുതൽ ഇങ്ങനത്തെ കുഡ് ഹാവ് വരുന്ന സെന്റൻസുകൾ ഉപയോഗിക്കുക. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമില്ല കേട്ടോ. വേറൊരു ടൈപ്പ് സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓടിക്കുന്നതിന് പകരം അവൾക്ക് ഒരു ട്രെയിൻ എടുത്താൽ മതിയായിരുന്നു. ആ രീതിയിലുള്ള സെന്റൻസുകൾ നമ്മൾ ഇങ്ങനെയാ ഉപയോഗിക്കുക. എടുത്തോ? ഇല്ല. അത് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. വണ്ടി ഓടിക്കുന്നതിന് പകരം അവൾക്ക് ആ ട്രെയിൻ എടുക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ പറയും? പകരം എന്ന് പറയാൻ ഇൻസ്റ്റെഡ്. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ട്രെയിൻ എടുക്കാൻ പറ്റുമായിരുന്നു. ഷി കുഡ് ഹാവ് ടേക്കൺ ദ ട്രെയിൻ. ഷി കുഡ് ഹാവ് ടേക്കൺ ദ ട്രെയിൻ. എന്തിനു പകരം? ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൈവിംഗ്. അവൾക്ക് ട്രെയിൻ എടുക്കാൻ പറ്റുമായിരുന്നു വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നതിന് പകരം. ഷീ കുഡ് ഹാവ് ടേക്കൺ ദ ട്രെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൈവിംഗ്. ആ പ്രവൃത്തിക്ക് പകരം, വണ്ടി ഓടിക്കുന്നതിന് പകരം എന്ന് പറയാനാണ് ഡ്രൈവിംഗ് തന്നെ ചേർക്കണം കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൈവ് എന്ന് പറയരുത്. അടുത്തത്, അവൾക്ക് ആദ്യം മുതലേ എൻ്റെ അടുത്ത് സത്യം പറയാൻ പറ്റുമായിരുന്നു. അവൾ ചെയ്തില്ല, അവൾക്ക് അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഷീ കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത്. ആദ്യം മുതലേ, ഫ്രം ദ ബിഗിനിങ്. ഇപ്പൊ ഇങ്ങനെ കിടന്ന് കരയേണ്ട കാര്യമുണ്ടോ? ആദ്യം മുതലേ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? മതിയായിരുന്നു. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത്. അവൾക്ക് പറയാൻ പറ്റുമായിരുന്നു. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത്. എന്തുകൊണ്ടാണ് അവൾ മറച്ചു വെച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത് ഫ്രം ദ ബിഗിനിങ്. മനസ്സിലായോ ഇതിന്റെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന്? കൂടുതലും നമ്മൾ ഇന്നൊരു കാര്യം ഇങ്ങനെ സംഭവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിലാണ് കൂടുതൽ നമ്മൾ കാണുക. അല്ലാത്ത കേസസ് ഇപ്പം നമ്മൾ പറഞ്ഞു. ഇവിടെ ഇനി പ്രധാനമായിട്ടൊരു കൺഫ്യൂഷൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ സെന്റൻസ്, അവൾക്ക് പാർട്ടിക്ക് പോവാൻ പറ്റുമായിരുന്നു. ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. പോയില്ല അല്ലെ? പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയോ പറ്റുമായിരുന്നു എന്ന്? ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കോളൂ. അവൾക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പോ പിയാനോ നന്നായി വായിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ പറഞ്ഞു? നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെൻസാ. ഷീ കുഡ് പ്ലേ ദ പിയാനോ റിയലി വെൽ ആസ് എ ചൈൽഡ്. കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് പിയാനോ നന്നായി വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സെന്റൻസും ഈ കുഡ് ഹാവും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ കുഡ് ഹാവ് എന്ന് വന്നില്ല. എന്തെങ്കിലും ഒരു കഴിവ് അവൾക്ക് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്നു. ഷി കുഡ് ഡു ദിസ്, ഷി കുഡ് പ്ലേ ദ പിയാനോ. അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് കുഡ് ഹാവ് ഉപയോഗിച്ചില്ല? ആദ്യം പറഞ്ഞ സെൻസ് ഏതാ? ഷി കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറെ സമയമായി, പക്ഷെ അവൾക്ക് പോകാൻ പറ്റുമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോ ആ സെൻറ്റൻസ് കുഡ് ഹാവ് എപ്പോഴാണ് ഉപയോഗിച്ചേ? ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല, അവിടെയാണ് കുഡ് ഹാവ് യൂസ് ചെയ്യാം. മറ്റേ സെൻറ്റൻസ് എന്താ? ഷി കുഡ് പ്ലേ ദ പിയാനോ റിയലി വെൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനൊരു സംഭവം പറ്റുമായിരുന്നു, അവളുടെ ഒരു കഴിവ് അറിയായിരുന്നു. മനസ്സിലായോ? പണ്ടുള്ള കഴിവ് ഇപ്പൊ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയാൻ ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ആ കഴിവുണ്ടെങ്കിലേ ക്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഷി ക്യാൻ പ്ലേ ദ പിയാനോ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ ആ കഴിവ് വേണം. പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല. പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ചെറുപ്പത്തിൽ വലിയ പുലികളായിരുന്നു, അപ്പൊ പിന്നെ പൂച്ചക്കുട്ടികളായി മാറുന്ന ആൾക്കാർ. അപ്പോൾ ഷി കുഡ് പ്ലേ ദ പിയാനോ റിയലി വെൽ ആസ് എ ചൈൽഡ്. നമ്മുടെ പ്രോബ്ലം ഇനിയും അവിടെ ആയിട്ടില്ല. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. ചെറുപ്പത്തിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് ഒരു ഫുൾ ചിക്കൻ, ഹോൾ ചിക്കൻ തിന്നാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറയും? ഷി കുഡ് ഈറ്റ് ദ ഹോൾ ചിക്കൻ
ആസ് എ ചൈൽഡ്. അല്ലെ, ഒരു മുഴുവൻ ചിക്കനും അവൾക്ക് ഒരു കുട്ടിയായിരുന്നു അപ്പോൾ തിന്നാൻ പറ്റുമായിരുന്നു. ചില കുട്ടികൾക്ക് അങ്ങനെ വലിയ കഴിവൊക്കെ ഉണ്ട്, നല്ല ഓടിച്ചാടി നടക്കുന്നവരല്ലേ, അപ്പോൾ നല്ല എനർജി വേസ്റ്റ് ആവില്ലേ, അപ്പോൾ അവർക്ക് നന്നായി തിന്നണം. ഇപ്പൊ അത്രയും തിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചെറുപ്പത്തിൽ ഒരു കുട്ടിയായിരുന്നപ്പം ഷീ കുഡ് ഈറ്റ് ദ ഹോൾ ചിക്കൻ. അല്ലെ, ഹോൾ ചിക്കൻ എന്ന് വെച്ചാൽ മൊത്തം കോഴിയും എല്ലാം, അത്ര ഒരു വലിയ കോഴി ഞങ്ങൾ അവൾ ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക. ഈറ്റിന് പകരം ഹാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് നോക്കി നോക്കൂ. ഷീ കുഡ് ഹാവ് ദ ഹോൾ ചിക്കൻ ആസ് എ ചൈൽഡ്. അപ്പോൾ അവിടെ കുഡ് ഹാവ് വന്നില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുഡ് ഹാവ് ആണോ ഇത് എന്ന് പലർക്കും ഒരാശങ്ക വരും. ആ കുഡ് ഹാവ് ഈ കുഡ് ഹാവ് അല്ല. ഇവിടെ കുഡ് ഈറ്റിന് പകരം കുഡ് ഹാവ് എന്ന് വന്നതാ. ഹാവിന് കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, ഗ്രാമറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ ഷീ കുഡ് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റിന് അർത്ഥമില്ലേ, തിന്നാൻ പറ്റുമായിരുന്നു എന്നുള്ള അർത്ഥമല്ലേ? അത് തന്നെയാണ്, തിന്നാൻ പറ്റുമായിരുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് ഷീ കുഡ് ഹാവ് ദ ഹോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ എങ്ങനെ മനസ്സിലാവും അതും ഇതും? കുഡ് ഹാവ് എന്നുള്ള ഗ്രാമർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്ത് വേർബ് V3 വരും. ഷീ കുഡ് ഹാവ് ഗോൺ, ഷീ കുഡ് ഹാവ് ഈറ്റൻ എന്നാ വരിക. ഇവിടെയോ ഷീ കുഡ് ഹാവ് ദ ഹോൾ ചിക്കൻ, അവിടെ ഹാവ് ആണ് വേർബ്. അല്ലെങ്കിൽ ഷീ കുഡ് ഈറ്റ് ദ ഹോൾ ചിക്കൻ, ഷീ കുഡ് പ്ലേ ദ പിയാനോ. മനസ്സിലായോ? അവിടെ പ്ലേഡ് V3 വരുന്നില്ല, വെറും വേർബിന്റെ ബേസ് ഫോമേ കുഡ് കഴിഞ്ഞാൽ വരുള്ളൂ. പക്ഷെ കുഡ് ഹാവ് കഴിഞ്ഞാൽ V3 ഫോം വരണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മളിത് എങ്ങനെ പഠിക്കും? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയണമെങ്കിൽ, അതുകൊണ്ട് ആ സംഭവം ചെയ്യാൻ പറ്റിയില്ല അല്ലെ, അതുകൊണ്ടല്ലേ പറ്റുമായിരുന്നു എന്ന് പറയണേ. പറ്റിയില്ല അങ്ങനെ പറയണമെങ്കിൽ കുഡ് ഹാവ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം സെന്റൻസ് ഉണ്ടാക്കാൻ. ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. പക്ഷെ പോയോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ മാത്രമേ അവൾക്ക് പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഷീ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. പക്ഷെ പോയില്ല, പോകാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഷീ കുഡ് പ്ലേ ദ പിയാനോ, ഷീ കുഡ് ഹാവ് ദ ഹോൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇത് പറ്റുമായിരുന്നു എന്നാണ് അർത്ഥം. ആ വ്യത്യാസം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അടുത്തത് വുഡ് ഹാവ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ബീച്ചിൽ പോയേനെ എന്ന് പറയില്ലേ? അതും സംഭവിച്ചോ? സംഭവിച്ചില്ല, പോയില്ലല്ലോ, മഴ പെയ്തു അതുകൊണ്ടേ പോയില്ല. അത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതെങ്ങനെ പറയാ? ഇഫ് ഇറ്റ് ഹാഡിൻറ്റ് റെയിൻഡ്. ഇഫ് ഇറ്റ് ഹാഡിൻറ്റ് റെയിൻഡ് എന്താ സംഭവിക്കുക? ഞാൻ ബീച്ചിൽ പോയേനെ. അതെങ്ങനെ പറയാ? ഐ വുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച്. അപ്പൊ വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഗോൺ ടു V3. ഇഫ് ഇറ്റ് ഹാഡിൻറ്റ് റെയിൻഡ് ഐ വുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഐ വുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് ഇഫ് ഇറ്റ് ഹാഡിൻറ്റ് റെയിൻഡ്. കുറച്ച് വിലയൊക്കെ കുറവായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വീട് വാങ്ങിച്ചേനെ, സംഭവിച്ചേനെ എന്ന് പറയുന്ന കാര്യങ്ങളാണ് വുഡ് ഹാവ് ട്ടോ. അത് കുറച്ചുകൂടെ വില കുറവായിരുന്നെങ്കിൽ. അപ്പോൾ ഇഫ് ഇറ്റ് വേർ ചീപ്പർ അങ്ങനെ പറയാട്ടോ. പക്ഷെ ചീപ്പർ ആയിരുന്നോ? അല്ല, നല്ല വിലയായിരുന്നു. ഇതൊക്കെ ഒരു സാങ്കല്പിക കാര്യമാണ്, ചീപ്പർ ആയിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഇഫ് ഇറ്റ് വേർ ചീപ്പർ എന്ന് പറയണേ. പൊതുവെ നമ്മൾ ഇറ്റ് വാസ് എന്നല്ല പറയാ, ഇറ്റ് വാസ് ചീപ്പർ എന്ന്. പക്ഷെ സാങ്കല്പികം അങ്ങനെ അല്ല എന്ന് ഉറപ്പുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇഫ് ഇറ്റ് വേർ ചീപ്പർ. ചീപ്പർ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ വീട് വാങ്ങിച്ചേനെ. വി വുഡ് ഹാവ് ബൈഡ് V3 ഫ്രം ബോട്ട്. വി വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ്. അല്ലെങ്കിൽ വി വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ് ഇഫ് ഇറ്റ് വേർ ചീപ്പർ. അത് കോമ ശ്രദ്ധിക്കണം. ഇഫ് ഇറ്റ് വേർ ചീപ്പർ കോമ വി വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ്. അല്ലെങ്കിൽ തിരിച്ചെഴുതാണെങ്കിൽ കോമ വേണ്ട. വി വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ് ഇഫ് ഇറ്റ് വേർ ചീപ്പർ. അവിടെ കോമ വേണ്ട. അവന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ചെയ്തേനെ. പാവം, അവൻ അവിടെ വേറൊരു ആവശ്യത്തിന് ഓടി, അതുകൊണ്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത്. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തേനെ. ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയാ, ഉണ്ടാവുക അവൈലബിൾ ആയിരുന്നെങ്കിൽ. ഇഫ് ഹി ഹാഡ് ബീൻ അവൈലബിൾ. അല്ലെങ്കിൽ ഇഫ് ഹി വേർ ഹിയർ അങ്ങനെയും പറയാം. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഹി വേർ ഹിയർ, അല്ലെങ്കിൽ ഇഫ് അതിനേക്കാൾ നല്ലത് ഇഫ് ഹി ഹാഡ് ബീൻ അവൈലബിൾ ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. മനസ്സിലായോ? എന്തെങ്കിലും സംഭവിച്ചേനെ. ഐ വുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച്. ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ദേ വുഡ് ഹാവ് കോൾഡ് യു. അങ്ങനെയൊക്കെ ആണ് വുഡ് ഹാവ് വരിക.
എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേനെ, സംഭവിക്കാൻ പറ്റുമായിരുന്നു, സംഭവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത്. അത് കുഡ് ഹാവ്. ഇനി ഷുഡ് ഹാവ്, ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഇത് ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സങ്കടം വേണം. അപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഷുഡ് ഹാവ് പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു പശ്ചാത്താപം. പഠിക്കണമായിരുന്നു എന്നുവെച്ചാൽ എന്താ, പഠിച്ചില്ല, തോറ്റു. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ എക്സാം. അപ്പൊ അങ്ങനെ പശ്ചാത്തപിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഐ ഷുഡ് ഹാവ് എന്ന് പറയാം. അപ്പൊ വേറൊരാളടുത്ത് ഷുഡ് ഹാവ് എന്ന് പറയണമെങ്കിലോ, ഇപ്പോൾ യു ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷീ ഷുഡ് ഹാവ് എന്ന് പറയണമെങ്കിലോ, നമ്മളപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല, വേറെ ആൾക്കാണ് പറ്റിയെങ്കിൽ അപ്പൊ നമ്മൾ ഉപദേശിക്കുകയാണ്, നീ അത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. മനസ്സിലായോ? ഐ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പശ്ചാത്താപം, നമ്മൾ ഉപദേശമല്ലല്ലോ, പക്ഷേ ഞാനത് ചെയ്യണമായിരുന്നു, ചെയ്തില്ല, എല്ലാം കൂടെ കൊളായി എന്നുള്ള ഒരു സങ്കടം. യു ഷുഡ് ഹാവ് എന്ന് വെച്ചാൽ നീ അത് ചെയ്യണമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അവളത് ചെയ്യണമായിരുന്നു. അതാണ് ഷുഡ് ഹാവ്. അവൾ അവൾ എന്നോട് മീറ്റിങ്ങിനെ കുറിച്ച് പറയണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ടോൾഡ് മീ അബൌട്ട് ദ മീറ്റിംഗ്. സിമ്പിൾ അല്ലേ? അവള് തെറ്റ് എന്തോ ഒരു എണ്ണം ചെയ്തു, അവളാ തെറ്റ് ചെയ്തതിന് സോറി പറയണമായിരുന്നു. സോറി പറഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ പറയും, ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ് ഫോർ ഹർ മിസ്റ്റേക്ക്. ഈ ട്രിപ്പിന് പോയി നമ്മൾ, നല്ല തണുപ്പുള്ള സ്ഥലത്താണ് പോയത്. അപ്പോൾ ഒട്ടും വാം ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് നല്ല പനി പിടിച്ചവനെ. അപ്പോൾ നമ്മൾ പറയാം, ഹി ഷുഡ് ഹാവ് ബ്രോട്ട് വാർമർ ക്ലോത്ത്സ്. അല്ലേ? അവനറിയില്ല ഊട്ടിക്കാണ് പോകണമെന്ന്, രാജസ്ഥാനിലൊക്കെയാണെന്ന് വിചാരിച്ചോ? ഹി ഷുഡ് ഹാവ് ബ്രോട്ട് എന്ന് വെച്ചാൽ ബ്രിങ്ങിന്റെ വീത്രിയാണേ, ബോട്ടല്ല. ബോട്ട് എന്ന് പറഞ്ഞാൽ ബൈയുടെ വീത്രിയാണ്. ഹി ഷുഡ് ഹാവ് ബ്രോട്ട് വാർമർ ക്ലോത്ത്സ്. അത് കൊണ്ടുവരണമായിരുന്നു. നീ ഇപ്പം ഇരുന്ന് പനി പിടിച്ചിരുന്ന പാരസെറ്റമോൾ വയ്ക്കാൻ പറ, അങ്ങനെ പറയും. വേറെ ആൾക്കാരെ നമ്മൾ ഉപദേശിക്കണമെങ്കിൽ നീ അത് ചെയ്തില്ല, ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ അപ്പം ഷുഡ് ഹാവ്. നമ്മളാണെങ്കിലോ, അയ്യോ ഞാൻ എന്തിനാണ് അങ്ങനെ അത് ചെയ്തത്, ഞാൻ അത് ചെയ്യണമായിരുന്നു എന്ന് നമുക്കൊരു പശ്ചാത്താപം. അപ്പോഴാണ് ഐ ഷുഡ് ഹാവ്. അത് ക്ലിയർ ആയോ? ഇനി മൈറ്റ് ഹാവ് ഉണ്ട്. അതെന്താ സംഭവം? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറോ പ്രസൻറ്റോ അല്ല, പാസ്റ്റാണ്, നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അസുഖം പിടിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ പാർട്ടിക്ക് പോവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ മൈറ്റ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. എന്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡിൻ ബീൻ സിക്ക്. എനിക്ക് അസുഖം വന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇഫ് ഐ ഹാഡിൻ ബീൻ സിക്ക്, എനിക്ക് അസുഖം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോയേനെ ആ കോൺസേർട്ടിന്. ഐ മൈറ്റ് ഹാവ് ഗോൺ ടു ദ കോൺസേർട്ട്. അതിനൊരു സാധ്യത ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ കോൺസേർട്ട്, പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞൂടെ? പറയാം, ഒരു പ്രശ്നമില്ല. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ കോൺസേർട്ട് ഇഫ് ഐ ഹാഡിൻ ബീൻ സിക്ക് എന്ന് പറയാം. അപ്പോൾ അവിടെ ചിലർ ചോദിക്കും, അതെന്താണ്, കുഡ് ഹാവ് വുഡ് ഹാവ് വരില്ലേ? ഐ വുഡ് ഹാവ് ഗോൺ ടു ദ കോൺസേർട്ട്, ഞാൻ പോയേനെ ഇഫ് ഐ ഹാഡിൻ ബീൻ സിക്ക് എന്ന് പറഞ്ഞൂടെ? അതും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ വുഡ് ഹാവും മൈറ്റ് ഹാവും കുഡ് ഹാവും ഒക്കെ ചില സമയത്ത് എല്ലാം അവിടെ ഉപയോഗിക്കാൻ പറ്റും ഒരേ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം പഠിച്ചു വെക്കാം. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു വെക്കുക. ആ ചെറിയ അർത്ഥ വ്യത്യാസങ്ങളാണ്, പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റിലും എല്ലാം ചിലപ്പോൾ നന്നായി യോജിച്ചു പോവും കേട്ടോ. പക്ഷേ ഒരു സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കാറിൻ്റെ കീ തപ്പുക, അത് കാണുന്നില്ല, അത് എവിടെ പോയത്? കാറിൻ്റെ കീ അല്ലെങ്കിൽ വെറും കീ, നമ്മുടെ വീടിൻ്റെ കീ, അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ കാറിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവാം ഒരു സാധ്യത. അപ്പോൾ സാധ്യതകൾ പറയുമ്പം മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. അവിടെ കാറിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലേ? അവിടെ ആയിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദ കീസ് ഇൻ ദ കാർ. അപ്പോൾ ഒരു സാധ്യത പറയാണ്, അല്ലേ? അവിടെ കുഡ് ഹാവ് വേണമെങ്കിൽ വരാം. ഐ കുഡ് ഹാവ് ലെഫ്റ്റ് മൈ കീസ് ഇൻ ദ കാർ. അതായിരിക്കും പറ്റിയത്. ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. അത് ചിലപ്പോൾ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് എനിക്കത് ബാഗിൽ കാണാത്തത്. അവിടെ കുഡ് ഹാവും വരാം. മൈറ്റ് ഹാവ് ആണെങ്കിൽ വലിയ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു സാധ്യത പറഞ്ഞെങ്കിൽ നിങ്ങൾ മൈറ്റ് ഹാവ് പറഞ്ഞോളൂ. കാരണം കുഡ് ഹാവിന് കുറേ അർത്ഥങ്ങൾ വരാം. കാറിലിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു, ഐ കുഡ് ഹാവ്. ആ ഒരു പോസിബിലിറ്റി യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഐ കുഡ് ഹാവ്
ലെഫ്റ്റ് മൈ കീസ് ഇൻ ദ കാർ, ഞാൻ വെറുതെ അതെടുത്ത് പിന്നെ ഇത് കളഞ്ഞുപോയി, ആ അർത്ഥവും വരാം. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ നിങ്ങൾ അത് അനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കാരണം അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പിടുത്തം കിട്ടുന്ന കാര്യം. ഇപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം, ഞാൻ ഇതിനിടയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേറൊരു രീതിയിൽ വേറൊരു വാക്ക് അവിടെ വന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സംഭവമാണ്. മൈറ്റ് ഹാവും കുഡ് ഹാവും അങ്ങനെയുള്ള ഈ മോഡൽ വേർബ്സിന്റെ കൂടെ ഹാവ് എന്നത്. ഓക്കെ, വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഒക്കെ പലപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെന്റൻസ് കൂടെ പറയാം. എന്തെങ്കിലും ഒരു ഈവെന്റ് നടക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇപ്പം എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചപ്പോൾ, ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ പോസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ ആയിരിക്കാം അറിഞ്ഞത്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ഈവെന്റ്. ഈ ഈവെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാവാം? ത്രൂ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നിങ്ങളത് അറിഞ്ഞത്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ഈവെന്റ് ത്രൂ സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പോൾ യു കുഡ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ഈവെന്റ് ത്രൂ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ്. പക്ഷെ മൈറ്റ് ഹാവ് ഒരു സാധ്യത പറയാണ്. അപ്പോൾ സാധ്യത പറയുമ്പോൾ നിങ്ങൾ മൈറ്റ് ഹാവ് യൂസ് ചെയ്തോളൂ. എന്തെങ്കിലും പറ്റുമായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എന്നൊക്കെ പറയാൻ കുഡ് ഹാവ് പറഞ്ഞോളൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഷുഡ് ഹാവ് യൂസ് ചെയ്തോളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? സംശയങ്ങൾ എന്തെങ്കിൽ അത് അടിയിൽ കോമെൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നു എങ്കിൽ, കുറച്ച് ഇരുന്നു കൂടിപ്പോയതിൽ, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അവർക്ക് കളി ജയിക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഒരു സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഞാൻ വിചാരിച്ചു നീ ബിസി ആയിരുന്നു എന്ന്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഇനി സെൻറ്റൻസ് പറയാം. എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു നീ ബിസി ആയിരുന്നു എന്ന്. അതാണ് സെൻറ്റൻസ്. എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചു നീ ബിസി ആയിരുന്നു എന്ന്. അപ്പോൾ രണ്ട് സെൻറ്റൻസിൻ്റെ ഉത്തരം എഴുതുമോ? സംശയങ്ങളൊക്കെ താഴെ ചോദിക്കൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.